കണ്ണൂർ സർവകലാശാല സാഹിത്യോത്സവത്തിൽ ന്യൂസ് ക്ലിക്ക് എഡിറ്റർ പ്രബീർ പുരകായസ്ഥയെ മുഖ്യാതിഥിയാക്കിയതിൽ വിശദീകരണം തേടി വൈസ് ചാൻസലർ. മുൻ നിശ്ചയിച്ച മുഖ്യാതിഥി മാറിയതിനാലാണ് വിശദീകരണം തേടിയത്. UAPA കേസിൽ അറസ്റ്റിലായിരുന്ന പ്രബീർ പുരകായസ്ഥയെ സുപ്രീം കോടതി നേരത്തെ വിട്ടയച്ചിരുന്നു. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സജോ, എന്താണ് സംഭവിച്ചത്? ഇങ്ങനെ ഒരു മാറ്റം എന്തുകൊണ്ടായിരുന്നു? പെട്ടെന്നുണ്ടായ മാറ്റമാണോ? എന്താണ് അതുമായി ബന്ധപ്പെട്ട് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ? VC-യുടെ നിലപാട് എന്താണ് സജോ? റിജിത്ത്, കഴിഞ്ഞ 11, 12, 13 തീയതികളിലാണ് കണ്ണൂർ സർവകലാശാല ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടന്നത്. അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് സർവകലാശാല VC ഡോക്ടർ KK സാജു വിട്ടുനിന്നിരുന്നു. ഈ ചടങ്ങിൽ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥി ന്യൂസ് ക്ലിക്ക് എഡിറ്റർ കൂടിയായ പ്രബീർ പുരകായസ്ഥയാണ്. ഇക്കാര്യത്തിൽ VC-ക്ക് കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു. അങ്ങനെ പ്രതിഷേധിച്ചാണ് അദ്ദേഹം വിട്ടുനിന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് പിന്നാലെയാണ് അദ്ദേഹം വിശദീകരണം തേടിയത്. അതായത് VC-യുടെ നിലപാട് നേരത്തെ ആദ്യഘട്ടത്തിൽ ഇതിൻ്റെ ആസൂത്രണ വേളയിലടക്കം അതിഥികൾ സംബന്ധിച്ച് പട്ടിക ഉണ്ടാക്കിയപ്പോൾ അതിൽ ന്യൂസ് ക്ലിക്ക് എഡിറ്റർ പ്രബീർ പുരകായസ്ഥ ഉണ്ടായിരുന്നില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. പിന്നീടാണ് അത് തീരുമാനിക്കപ്പെട്ടത്. അദ്ദേഹം മുഖ്യാതിഥിയായി വരികയും ചെയ്തു. പക്ഷേ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ സംഘാടകർ അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു നേരത്തെ തന്നെ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ കാര്യത്തിൽ ഒരു അവസാന നിമിഷം അതിൽ മാറ്റമുണ്ടായി എന്നാണ് VC-യുടെ പക്ഷം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം വിശദീകരണം തേടുന്നത്. ന്യൂസ് ക്ലിക്ക് എഡിറ്റർ നേരത്തെ UAPA കേസിൽ അറസ്റ്റിലാവുകയും പിന്നീട് അദ്ദേഹത്തെ സുപ്രീം കോടതി വിട്ടയക്കുകയും ചെയ്തതാണ്. അതിലേതെങ്കിലും കാരണവശാൽ അദ്ദേഹത്തെ പങ്കെടുക്കുന്നതിൽ ആ നിലയ്ക്ക് ഒരു പ്രശ്നം കാണേണ്ടതുമല്ല. പക്ഷേ VC-യുടെ നിലപാട് മറിച്ചാണ്. കാരണം VC നിയമനങ്ങളിലടക്കം ഗവർണർ, ചാൻസലറുടെ ഇടപെടൽ തുടർന്ന് അങ്ങോട്ടേക്കും സർവകലാശാലകളിൽ നിലനിൽക്കുന്ന പലതരത്തിലുള്ള ശീതയുദ്ധമുണ്ട്. അതിൻ്റെ കൂടി ഭാഗമായി കൂടി ഇതിനെ വിലയിരുത്തേണ്ടി വരും എന്നാണ് ഈ ഘട്ടത്തിൽ കരുതുന്നത്. ഇക്കാര്യത്തിൽ വിശദീകരണം തേടി അതിനിപ്പോൾ പരിപാടി പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഇക്കാര്യത്തിലുള്ള അതൃപ്തിയുടെ തുടർച്ചയാണ് ഇത്തരമൊരു നടപടിയിൽ വിശദീകരണം തേടുന്നതിലേക്ക് കാര്യങ്ങളെ എത്തിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരി, സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.